ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്, അല്ലെ? അവനാണ് സൃഷ്ടാവ്. അവന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അവന് നമ്മളെ സ്നേഹിക്കുന്നതിന് വേണ്ടി. അതിരറ്റതാണ് യേശുവിൻ്റെ സ്നേഹം. സാക്രിഫിഷാണ് യേശുവിൻ്റെ സ്നേഹം, അല്ലെ? യേശുവിനെ പോലെ തന്നെ ആയിരിക്കണമെന്നാണ് യേശുവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. പിതാവിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, അല്ലെ? നമ്മൾ സ്വന്തം പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുക, അല്ലെ? യേശു ആരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെ? യേശു ഈ ലോകത്തിൽ മനുഷ്യന്റെ രൂപത്തിലുണ്ടായിരുന്ന സമയത്ത്, അല്ലെ, പരീശന്മാരും ശാസ്ത്രന്മാരൊന്നും ഒരിക്കൽ പോലും യേശുവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ വർക്ക് യേശു ചെയ്തെന്ന് പറഞ്ഞാലും ആരും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ യേശു ആണെങ്കിലോ അവരുടെ ഒരു പ്രശംസയിലും ഒന്നിലും താല്പര്യപ്പെടാത്ത ഒരാളായിരുന്നു, അല്ലെ? ആരെയും പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി, ആരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി പോകാതിരുന്ന ഒരാളാണ് യേശു ക്രിസ്തു. അതേ മാർഗം നമ്മൾ സ്വീകരിക്കണം എന്നാണ് നമ്മുടെ പിതാവ് നമ്മളോട് പറയുന്നത്, അല്ലെ? പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെ? ആരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി പോൾ പോയിട്ടില്ല, അല്ലെ? കാര്യം മുഖത്ത് നോക്കി പറയാനുള്ള ഒരു കറേജ്, ഒരു ധൈര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പോൾ, അല്ലെ? അതിപ്പോ പീറ്ററിനെ പോലെയുള്ള വലിയ അപ്പോസ്തലന്മാരോടാണെങ്കിൽ പോലും, അല്ലെ, പോളിന് അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആരെയും പ്രസാദിപ്പിക്കാൻ പോകരുത്. ദൈവത്തെ മാത്രമേ പ്രസാദിപ്പിക്കാവുള്ളൂ, അല്ലെ? ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ദൈവത്തെ മാത്രമേ പ്രസാദിപ്പിക്കാവുള്ളൂ. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്തിന് നന്ദി, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, അങ്ങനെ പോലെ തന്നെ കർത്താവ് അങ്ങയുടെ ലൈക്നെസ്സിൽ, അങ്ങയുടെ ഇമേജിൽ ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പോലെ ആയിത്തീരണം യേശുവെ. അതാണ് ഞങ്ങളെ പറ്റിയുള്ള അങ്ങയുടെ ആഗ്രഹം കർത്താവ്. അതിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കും, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കും, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും, ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം. അതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങനെ ടീച്ചർ ഇന്ന് ഞങ്ങളെ ടീച്ചർ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കും, ഞങ്ങളുടെ ഹൃദയത്തോട്, ഞങ്ങളുടെ മനസ്സിനോടും, ഞങ്ങളുടെ പ്രാണനോട് സംസാരിക്കണേ കർത്താവ്. ഞങ്ങളെ പ്രിപ്പയർ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ. ആമേൻ. അപ്പൊ നമുക്കിന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. ഗലാത്യർക്ക് ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 10-ാമത്തെ വാക്ക് പോൾ എഴുതിയതാണ്. ഗലാത്യർ എന്ന് പറയുമ്പോൾ ഒരു ചർച്ചിനല്ല, പല ചർച്ചുകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ഗലേഷ്യയിൽ ഉള്ള പല ചർച്ചുകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 1-ാമത്തെ ചാപ്റ്ററിന്റെ 10-ാമത്തെ വാക്ക്: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പോ പോള് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പോള് നമുക്കറിയാം ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പൊ പോളിനെ പറ്റി പറയാൻ നമുക്കറിയാം, വളരെ മഹാനായ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു, അല്ലെ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്താ പറയുന്നത്, കോപ്പി അടിച്ച ഒരു വ്യക്തി, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, സഹനത്തിന്റെ കാര്യത്തിൽ പോളിന് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് യേശുവിനെ പോലെയാണല്ലേ, അവന്റെ മരണത്തിൽ എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം, കൺഫേം ചെയ്യണം, അല്ലെ? എനിക്ക് അവനിലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്തും സഹിക്കാൻ ഒരു തയ്യാറുള്ള ഒരു വ്യക്തിയായിരുന്നു പോള്. ഇതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, യേശുവിന്റെ ഈ സ്വഭാവവും പോള് കൈക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അതേ രീതിയിൽ തന്നെ നടക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോള് പറയുകയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നില്ല, അല്ലെ? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായിരുന്നില്ല പോള് എന്ന് ചുരുക്കം, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. യേശുവും ഒരാളെ പോലും പ്രസാദിപ്പിക്കാൻ, പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. സത്യം പോലെ പറയുന്നു, അല്ലെ? ചെയ്യേണ്ട കാര്യം, താൻ ഈ ലോകത്തിലേക്ക് വന്നതിന്റെ കാര്യം നടപ്പാക്കുക, തിരിച്ചു പോകുക. അതാണ് യേശു ക്രിസ്തു. അതിന്റെ ഇടയ്ക്ക് ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകാതെ, അല്ലെ, തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും, അല്ലെ? ആരെയും പ്ലീസ് ചെയ്യാൻ, ആരെയും ഒന്ന് പ്രസാദിപ്പിച്ചേക്കാം എന്ന് ശ്രമിക്കാതിരുന്നതാണ് നമ്മളുടെ പിതാവ്, നമ്മളെ സൃഷ്ടിച്ച യേശു ക്രിസ്തു. അപ്പൊ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്താ പറയുക, സാക്ഷി ഞാൻ തന്നെയാണ്, എനിക്ക് വേണ്ടിയുള്ള സാക്ഷ്യം പറയുവാണെങ്കിൽ ഞാൻ തന്നെയാണ് എന്റെ സാക്ഷ്യമെങ്കിൽ അത് സത്യമായിട്ടുള്ള സാക്ഷ്യമല്ല. പക്ഷെ എനിക്ക് മഹാനായ ഒരു സാക്ഷ്യമുണ്ട്, ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സാക്ഷ്യമുണ്ട് എനിക്ക്, അല്ലെ? ആരെപ്പറ്റി പിതാവിനെ പറ്റി, അല്ലെ? പിതാവ് തന്നെയാണ് എനിക്കുള്ള സാക്ഷ്യം. പിന്നെ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന വർക്ക്, അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, അതെനിക്ക് അടുത്ത സാക്ഷിയാണ്, അല്ലെ? പിതാവിനെ അപ്രൂവ് ചെയ്തിരിക്കുന്നു, അല്ലെ? യേശുക്രിസ്തുവിനെ പിതാവ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മള് അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാമത്തെ ചാപ്റ്ററിലെ 38-ാമത്തെ വാക്കില് എന്താ പറയുന്നത്,
യേശുവിനെ പറ്റി പീറ്റർ തന്നെ പറഞ്ഞിരിക്കുന്ന ഇതാ, യേശുക്രിസ്തുവിനെ പിതാവ് അപ്രൂവ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം യേശുക്രിസ്തുവിനെ പിതാവ് അപ്രൂവ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പൊ താൻ ചെയ്യുന്ന വർക്കും പിതാവുമാണ് തനിക്കുള്ള ഏറ്റവും വലിയ സാക്ഷികൾ എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. പിന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട് യേശു. പക്ഷെ അപ്പൊ യേശു പറയുന്നത് എനിക്ക് മനുഷ്യരുടെ സാക്ഷി ആവശ്യമായിട്ടുള്ളത് കൊണ്ടല്ല ജോണിനെ പറ്റി സംസാരിക്കുന്നത് അല്ലെ. നീ ഇപ്പൊ പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 31 തൊട്ട് 40 വരെയുള്ള വാക്കുകൾ വായിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജോണിനെ പറ്റി പറയാം, ജോൺ ഒരു വിളക്ക് പോലെയായിരുന്നു അല്ലെ. തന്റെ കത്തി മറ്റുള്ളവർക്ക് തന്നെ എന്താ പറയണേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം കൊടുത്ത അല്ലെ, ഒരു വിളക്ക് അത് കത്തിയ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന പോലെയായിരുന്നു ജോൺ. അപ്പൊ ജോണിന്റെ സാക്ഷ്യമുണ്ട്, പക്ഷേ മനുഷ്യന്റെ സാക്ഷ്യത്തെ പറ്റി ദൈവം താല്പര്യപ്പെടുന്നില്ല. യേശു സാക്ഷ്യ താല്പര്യപ്പെടുന്നത് അല്ലെ. മനുഷ്യർക്ക് എന്നാ സാക്ഷ്യം ദൈവത്തെ പറ്റി കൊടുക്കാൻ പറ്റില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി ദൈവത്തെ യേശുവിനെ പറ്റി സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സാക്ഷ്യം ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു സാക്ഷ്യത്തിലുള്ള വൈകി ഉണ്ടാക്കി തരുമ്പോൾ മാത്രമേ നമുക്കൊരു സാക്ഷ്യം ദൈവത്തെ പറ്റി പറയാനുള്ളൂ. ദൈവത്തിന്റെ വർക്കും ദൈവത്തിന്റെ സ്നേഹവുമല്ല നമ്മൾ വഴി ആർക്കെങ്കിലും ഒക്കെ എന്താ പറയുക പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അതെല്ലാം നമ്മളുടെ കഴിവ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വഴി ചെയ്യുന്നു. യേശു പറഞ്ഞത് എന്നിൽ വസിക്കുന്ന പിതാവാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മൾ വഴി ദൈവത്തിന്റെ യേശുവിന്റെ വർക്ക് ചെയ്യുന്നത്. ദൈവത്തിനെ പോലെ അല്ലെ, ദൈവത്തിന്റെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത് ആരെങ്കിലൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമുക്ക് സാധിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അല്ല നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ നമുക്കല്ലേ. അപ്പൊ ദൈവം തന്നെ ആയിരിക്കട്ടെ നമ്മളെ അപ്രൂവ് ചെയ്യുന്ന ആളും അല്ലെ. അല്ലാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇല്ലേ, അതിന് അങ്ങനെ ഒരു ജീവിതശൈലി ആകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പോൾ ഇപ്പൊ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 1-2 ചാപ്റ്റർ ഒന്ന് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, വളരെ മനോഹരമായിട്ട് പോൾ എഴുതിയിരിക്കുക. പോൾ അങ്ങനെ യേശുവിനെ ഫോളോ ചെയ്ത ഒരാൾ, മനസ്സുകൊണ്ട് അല്ലെ, ജീവിതം കൊണ്ട് ഫോളോ ചെയ്ത ആളാണ്. അപ്പൊ യേശു മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി ഒന്നും വലിയ താല്പര്യം കാണിക്കാതിരുന്ന പോലെ തന്നെ അല്ലെ. അത് എന്താ പറയുന്നത്, ആരെയൊന്നും അങ്ങോട്ട് പ്ലീസ് ചെയ്യാനൊന്നും താല്പര്യം കാണിക്കാതിരുന്ന പോലെ തന്നെ ഇവിടെ പോളും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് തന്നെ ഇപ്പൊ ഗലാത്യർക്കെഴുതിയ ലേഖനത്തെ 1-ാമത്തെ ചാപ്റ്റർ 1-ാമത്തെ വാക്ക് തന്നെ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പിതാവായ ദൈവത്താൽ മാത്രമേ അപ്പോസ്തലനായ പൗലോസ് അല്ലെ. അപ്പൊ പൗലോസ് പറയാ, ഞാൻ തന്റെ പ്രവൃത്തി, താൻ ചെയ്യുന്ന വർക്ക്, തന്റെ അപ്പോസ്റ്റൽഷിപ്പ് അല്ലെ, തന്നെ ദൈവമാണ് വിളിച്ചിരിക്കുന്നത് അല്ലെ. ഞാൻ സംസാരിക്കുന്ന ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ് അല്ലെ. ഞാൻ മനുഷ്യരാൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മനുഷ്യരെ എന്താ പറയാ ഒന്ന് പ്രസാദിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു താല്പര്യവുമില്ല അല്ലെ. കാരണം ഞാൻ ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. എനിക്ക് പ്രസാദിപ്പിക്കേണ്ട ദൈവത്തെ മാത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇനി 15-ാമത്തെ വാക്കിലേക്ക് 15 തൊട്ട് 17 വരെയുള്ള വാക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പോളിവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ചു അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ സാധിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയോ ദമസ്കസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. അപ്പൊ ഇവിടെ പോള് തനിക്കൊരു ദൈവവിളി ദൈവം തന്നപ്പോഴേക്ക് അതിനെപ്പറ്റി പോലും ആരോടും ഡിസ്കസ് ചെയ്യാതെയോ അവരുടെ ഒപ്പീനിയൻ എടുക്കാതെ ഒന്നും ചെയ്യാതെ നേരിട്ട് ദൈവം എന്നോട് സംസാരിച്ചതാണ് അല്ലെ. ഞാൻ ഈ ദൈവത്തിന്റെ വക്താവാണ്, ദൈവത്തിന്റെ മൗത്ത് പീസ് ആണ്. അപ്പൊ ഞാനത് ദൈവത്തിന്റെ വാക്കുകൾ മാത്രമാണ് കേൾക്കാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നത് അല്ലെ. ഞാനിപ്പോ ചെയ്യുന്ന അപ്പോസ്തലന്മാരോട്
ജെറുസലേമുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, അല്ലെ? ഞാൻ ദൈവം പറഞ്ഞ വാക്കില് ഉറച്ചു നിൽക്കാൻ പോവുകയാണ്, അല്ലെ? അപ്പൊ അപ്പോസ്തലന്മാരോട് അവിടെ ചെന്ന് പറയുവാണെങ്കിൽ അവര് ഡിസ്കറേജ് ചെയ്യും, അല്ലെ? അവര് അപ്രൂവ് പോലും ചെയ്യാൻ പോകുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാല് പോളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ പോൾ ഇവിടെ പറഞ്ഞിരിക്കും, അല്ലെ? പിതൃപാരമ്പര്യത്തില് എന്നാ അത്യന്തം എരിവേറിയിട്ട് എന്താ പറയണേ, മനുഷ്യരെ, അല്ലെ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർ, ദൈവത്തിന്റെ മക്കളെ കൊന്നു നടന്നിരുന്ന പോള് ചെന്ന് ഞാൻ ഇപ്പൊ ക്രിസ്ത്യനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എന്താ പറയാ പ്രീതിപ്പെടുത്തൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാൻ പോളോട്ട് താല്പര്യപ്പെട്ടില്ല. പിന്നെ നമുക്കറിയാം, ഇത് 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ നമുക്ക് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴും പോളിന്റെ ഒരു ഉറച്ച ഒരു മനസ്സിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും. താൻ വിശ്വസിക്കുന്നതിനെ പറ്റി, അല്ലെ, ഒരു തനിക്ക് മനസ്സിലായതിനെ പറ്റി, ദൈവം തനിക്ക് വെളിപ്പെടുത്തി തന്നതിനെ പറ്റിയുള്ള ഒരു ഉറച്ച തീരുമാനം, ആ വിശ്വാസത്തിൽ നിൽക്കുന്നതിന്റെ ഉറപ്പും പോള് കാണിക്കാൻ നമുക്ക് കാണാൻ പറ്റും. പീറ്റർ ഒന്ന് ചഞ്ചലപ്പെട്ടു പോയിരുന്നു, അല്ലെ? പീറ്റർ ആന്റിയോക്യയിലേക്ക് വരുമ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പീറ്റർ ആന്റിയോക്കിലേക്ക് വന്നപ്പോഴേക്കും പീറ്റർ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പീറ്റർ ജാതികളുടെ ഇടയിൽ പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. പക്ഷേ ജെയിംസിന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ, ജെയിംസ് എന്ന് പറയുമ്പോൾ യേശുവിന്റെ സഹോദരന്, ഭൂമിയിലുള്ള സഹോദരനായിരുന്ന ജെയിംസ്, അല്ലെ? ജെയിംസിന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പീറ്ററിന്റെ സ്വഭാവം മാറി. പീറ്റർ പിന്നെ ജാതികളുടെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അവിടെയും പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, അല്ലെ, എന്താ പറയുക, പീറ്ററിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പോൾ ശ്രമിക്കുന്നില്ല. പീറ്ററിനൊക്കെ പറഞ്ഞാല് സൂപ്പർ അപ്പോസ്റ്റൽ, അല്ലെ? അപ്പൊ അവിടെയും പീറ്ററിനെ ഒന്നും സൂചിപ്പിക്കേണ്ട, പീറ്റർ ചെയ്യുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാതെ, അല്ലെ? അന്ന് പീറ്ററിന് അത്രയും വലിയൊരാളായിരുന്നില്ലല്ലോ പോൾ, അല്ലെ? അപ്പൊ പീറ്റർ നമുക്കറിയാം പീറ്ററും പോളും ഒക്കെ വലിയ അപ്പോസ്റ്റലന്മാര്. പക്ഷെ പീറ്ററിന് ഉള്ളത്, പീറ്ററും ജെയിംസും ജോണും എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാൽ അവര് ദൈവത്തിന്റെ ഒപ്പം, യേശുക്രിസ്തുവിന്റെ ഒപ്പം 3.5 വർഷം ജീവിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു സൂപ്പർ അപ്പോസ്റ്റലന്മാര്, അല്ലെ? പക്ഷെ പോൾ അങ്ങനത്തെ ആള് ആയിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും മറ്റുള്ളവരെ എന്താ പറയാ, ഒരു തെറ്റ് പീറ്ററിൽ പോലും കണ്ടപ്പോ, തെറ്റ് പീറ്റർ പോലും ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പോള് അതിന് എതിരായിട്ട് നിൽക്കാനുള്ള ഒരു ചങ്കുറപ്പ് കാണിച്ച ഒരു വ്യക്തിയാണ്, അല്ലെ? അപ്പൊ പീറ്ററിൽ നിന്നും ഒരു അപ്രൂവലും ഒരു പ്രസാദവും സ്വീകരിക്കാൻ പോൾ തയ്യാറായിരുന്നില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് തെറ്റാണെന്ന് പറയാൻ മനസ്സുള്ള ഒരാൾ, അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, ദാസന്മാരാകണമെങ്കിൽ, അല്ലെ? ഇവിടെ നമുക്കൊരു 1ാമത്തെ ചാപ്റ്ററിന്റെ നമ്മളിപ്പോ വായിച്ച 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ദാസനാവുമ്പോ ക്രിസ്തുവിന്റെ ദാസനാണ്, മനുഷ്യരുടെ ദാസനല്ല, അല്ലെ? നമ്മളിവിടെ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ വാസമാണ്. പക്ഷെ നമ്മളുടെ യജമാനൻ എന്നുള്ളത് യേശുക്രിസ്തുവാണ്, അല്ലെ? അപ്പൊ യേശു നമ്മളെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായെങ്കിൽ, നമ്മളെ അംഗീകരിച്ചതാണ്, സ്വന്തം രക്തം കൊണ്ട് വാഷ് ചെയ്തതാണ്, സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത വ്യക്തികളാണ് നമ്മളെങ്കിൽ, നമ്മള് ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ മതി, ദൈവത്തിന്റെ മാത്രം അംഗീകാരം നമുക്ക് കിട്ടിയാൽ മതി, അല്ലെ? അപ്പൊ അത് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ്, പലർക്കും മനസ്സിലാകാതിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ പലപ്പോഴും അത് മനസ്സിലായാലും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോ പലപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റും, മറ്റുള്ളവരെ ഒന്ന് പ്രസാദിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി മിക്കവാറും ആൾക്കാർ കാണിക്കുന്നുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കൂട്ടം ആൾക്കാര് മറ്റുള്ള നിന്ന് അപ്രൂവൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, താങ്കൾ മറ്റുള്ളവരെക്കാളും ഇൻഫീരിയർ ആണെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെ, അത്രയ്ക്കും കഴിവില്ല, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, അവർക്ക് എന്തോ പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർ തന്നെ ഒന്ന് അംഗീകരിക്കണം എന്ന് അംഗീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാർ, അല്ലെ? അപ്പൊ അത് നമ്മളുടെ ഉള്ളിലും പലരും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ? അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു കൂട്ടം ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അഹങ്കാരം കാണും, അല്ലെ? പ്രൈഡ് ഭയങ്കരമായിട്ടുണ്ട്. അഹങ്കാരം ഭയങ്കരമായിട്ട് താൻ വലിയവനാണെന്നുള്ള ഒരു വിചാരം മനസ്സിലുള്ളത് കൊണ്ട് മറ്റുള്ളവർ തന്നെ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പൊ അതിനുവേണ്ടി അവര് എന്തും ചെയ്യാൻ തയ്യാറാണ്, അല്ലെ? മറ്റുള്ളവരെ
അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് രണ്ട് കാര്യവും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെ ഉള്ള ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ്. ഓ, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ അല്ലെ, എനിക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവര് എന്നെ ഒന്ന് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കൊരു ഒരു വിലയുള്ളൂ എന്ന് എവിടെയോ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ ഒരു ഒരു ഉരുവെടുത്തിരിക്കുന്ന ഒരു ഫീലിംഗിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു 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 വിചാരമല്ല, മറ്റുള്ളവര് എന്നെ ഒന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലെ, മറ്റുള്ളവർ നല്ലതാണ് എന്ന് പറയുവാണെങ്കിൽ, ഓ, നിന്നെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ നിനക്ക് വളരെ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് കൊള്ളാം, അല്ലെങ്കിൽ നീ നല്ല പഠിക്കാൻ മിടുക്കനാണ്, മിടുക്കിയാണ്, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന രീതി കൊള്ളാം, നീ പ്രസംഗിക്കുന്ന രീതി കൊള്ളാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ആഹ്ലാദം, ഒരു സന്തോഷം മനസ്സിന്റെ ഉള്ളിൽ അല്ലെ. പക്ഷെ അപ്പൊ നമ്മള് അങ്ങനെ ആരെങ്കിലും പറയാതിരിക്കുവാണെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ പറയുവാണെങ്കിൽ എന്ത് പറ്റും, അതൊരു വലിയ ഒരു മനപ്രയാസത്തിലേക്കും പിന്നെ അങ്ങനെ വലിയൊരു സങ്കടത്തിലേക്കും മാറുന്ന ഒരു അവസ്ഥ അല്ലെ. പല ആൾക്കാർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പേടി അല്ലെ. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാനുള്ള പേടി വരുന്ന എന്തുകൊണ്ട്, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കത്തില്ല എന്നൊരു ഒരു ഒരു വിചാരമുള്ളതുകൊണ്ട്, മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾക്ക് അതിന് കഴിവില്ല അല്ലെ, മറ്റുള്ളവർ സംസാരിക്കാൻ നമുക്ക് കഴിവില്ല, അല്ലെങ്കിൽ അവരെ പോലെ അല്ല എന്ന് ഒരു ഫീലിംഗ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, തന്നെ അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പൊ ദൈവം നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ അപ്രൂവ് ചെയ്തതല്ലേ അല്ലെ. അതാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ രക്തമാണ്, യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇപ്പൊ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും കോടീശ്വരൻ അല്ലെ, ഏറ്റവും വലിയ പണക്കാരൻ എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ അയാളല്ല ഏറ്റവും വലിയ പണക്കാരൻ, നമ്മളാണ് പണക്കാരൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപേന്റെ കാര്യം നോക്കുമ്പോ അല്ലെങ്കിൽ മണീന്റെ കാര്യം നോക്കുമ്പോ അയാളായിരിക്കും പണക്കാരൻ. പക്ഷേ സ്വർഗരാജ്യം നമ്മുടേതാണ്. പിതാവായ ദൈവം നമ്മുടെ പിതാവാണ് അല്ലെ. സൃഷ്ടാവായ ദൈവം നമ്മുടേതാണ്. നമ്മള് സൃഷ്ടാവായ ദൈവത്തിന്റെ മക്കളാണ്. യേശുക്രിസ്തു നമ്മുടെ പോർഷനാണ്, നമ്മുടെ ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. അതിന് യേശുവിന് ഒരാൾക്കും വിലയിടാൻ സാധിക്കത്തില്ല. യേശുവിന്റെ രക്തത്തിന് ഒരു വ്യക്തിക്കും വിലയിടാൻ സാധിക്കത്തില്ല. അതാണ് നമ്മളുടെ വില. അവൻ തന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുക അല്ലെ. അതാണ് നമ്മളുടെ വിലയെന്ന് വിചാരിച്ചിരിക്കുക. ഒരാത്മാവിന്റെ വില ഈ ലോകത്ത് മൊത്തം കിട്ടിയാലും അത് തികയത്തില്ല. ഈ ഒരാത്മാവിന്റെ വില ഈ ലോകത്തെക്കാളും എല്ലാം കൂടുതലാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരാത്മാവിനെ വീണ്ടെടുക്കാൻ അതിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിന് ആവശ്യമുള്ള ആ റിഡംഷൻ മണി അല്ല, റിഡംഷൻ ആവശ്യമുള്ള അത് റിസോഴ്സ് അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അത് അത്ര അധികമാണ് ഒരു ആത്മാവിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെ ആത്മാവിന്റെ വില, എനിക്കും നിങ്ങൾക്കും ദൈവം ഇട്ടിരിക്കുന്ന വിലയെന്ന് പറഞ്ഞു അത്ര അധികമാണ്. സ്വന്തം രക്തത്തിന്റെ വിലയാണ് യേശുക്രിസ്തു ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ, ഹോളി സ്പിരിറ്റ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മള് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ പോകേണ്ട കാര്യമുണ്ടോ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അതാണ് ദൈവം ചോദിച്ചിരിക്കുന്നത് അല്ലെ. പോൾ ഇവിടെ ഒരൊറ്റ സ്റ്റാൻഡ് എടുത്തു, ഞാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ പോകുന്നില്ല അല്ലെ. ഞാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ പോകുന്നു, എനിക്ക് പറയേണ്ട കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പൊ പോൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ ചാപ്റ്ററിലൊക്കെ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ജീവിതത്തെ പറ്റി എന്റെ ജീവിതം എനിക്ക് വലിയ ഡിയർ ആയിട്ടുള്ളൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിന് വലിയ വിലയൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. എനിക്ക് ഒരു റേസ് അല്ലെ, ഒരു ഓട്ടം എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നുണ്ട്, ഒരു റേസ് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അല്ലെ. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ഒരു മിനിസ്ട്രി വർക്കുമുണ്ട്, അത് എനിക്ക് ഫിനിഷ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ. അതിനുവേണ്ടി എനിക്കിപ്പോ ദൈവം എന്നോട് പറയുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് എന്നോട് പറഞ്ഞു, ജെറുസലേമിലേക്ക് പോകരുത്, അങ്ങനെ പലർ വഴി പറയുന്നു ജെറുസലേമിലേക്ക് പോകരുത്, അവിടെ പോകണമെന്നല്ല, അവിടെ വളരെയധികം എന്താ പറയാ കഷ്ടപ്പാടുകൾ ഇരിക്കുന്നു, പെർസിക്യൂഷൻ ഇരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ
ഞാൻ അതിനെപ്പറ്റി മൈൻഡ് ചെയ്തില്ല. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് തന്നിരിക്കുന്ന വർക്ക് അതെനിക്ക് ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. എന്റെ ജീവിതം വലിയ പ്രാധാന്യമുള്ളതൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് പോൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിരിക്കുവാ. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അല്ലെ? എന്നെ വിളിച്ചവൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ആരാണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം അറിയാൻ പറ്റും. ഇനി വേറെ അടുത്ത ഗ്രൂപ്പിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞതാ. അഹങ്കാരം ഉണ്ടായിട്ട് അല്ല മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവര് പോലും അറിയാതെ അഹങ്കാരം ഉണ്ടായിട്ട് അല്ലെ? ഞാൻ വലിയ സുപ്പീരിയർ ആണ് മറ്റുള്ളവരെക്കാളും എന്നൊരു തോന്നല് വന്നിട്ട് മറ്റുള്ളവരെ എന്റെ പ്രീതി എനിക്ക് കിട്ടണം അല്ലെ മറ്റുള്ളവരെല്ലാവരും എന്നെ ഒന്ന് അംഗീകരിക്കണം എന്നൊരു വിചാരത്തിൽ നടക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ദൈവം എന്ത് ചെയ്യും? ഹമ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ ദൈവം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പ്രൗഡ് ആയിട്ടുള്ള ആൾക്കാരെ ദൈവം റെസിസ്റ്റ് ചെയ്യും. യേശുക്രിസ്തു താഴെ കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ രണ്ടും ഇപ്പൊ ഈ രണ്ട് രീതിയിലുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് രണ്ടും വളരെയധികം എന്താ പറയാ അപകടകരമായിട്ടുള്ള കാര്യമാണ് അല്ലെ? പ്രൈഡ് അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത് ദൈവം അത് വളരെയധികം ഹേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. നമ്മളുടെ ഒരു സ്വഭാവമാണ് അല്ലെ? അപ്പൊ ദൈവത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സ്വഭാവമാണ്. അപ്പൊ നമ്മൾ അതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരിക. പിന്നെ ഇത് മിക്കവാറും ആൾക്കാർ കാണുന്ന പോലെ ഒരു ഇൻഫീരിയർ ആണെന്നുള്ളൊരു തോന്നൽ, ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഒക്കെ നമ്മൾ മലയാളത്തിൽ എന്ന് പറഞ്ഞ പോലെ അല്ലെ? അതുപോലെ എനിക്ക് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല അല്ലെ? അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അത് പറ്റുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് നമ്മൾക്ക് അറിയത്തില്ല എന്താണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറി നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. എന്താണ് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആരാണ് യേശുവിൽ എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ രക്ഷയുടെ ആഴത്തെപ്പറ്റി നമുക്ക് അറിയത്തില്ല. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തി ആരാന്നുള്ള കാര്യം അറിയത്തില്ല അല്ലെ? അത് അറിവില്ലാതെ വരുമ്പോ അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കൺവിക്ഷൻ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മള് മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മളുടെ ചുറ്റോട് ചുറ്റും ആൾക്കാര് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ സ്കൂളിലാണെങ്കിലും നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അല്ലെ? എപ്പോഴും കമ്പാരിസൺ വന്നുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പോ അത് ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണ് എന്നുള്ളത്, ഞാൻ ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് അടിയുറച്ചൊരു വിശ്വാസമായിട്ട് അത് തീർന്നിട്ടില്ലെങ്കിൽ അല്ലെ? അത് നമുക്ക് ആ ഒരു വിശ്വാസം ആയിട്ട് ഇല്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന് കുറവുണ്ടെങ്കിൽ അത് സൈറ്റൻ പല രീതിയിൽ ഉപയോഗിക്കും അല്ലെ? ആൾക്കാർ വഴി പല രീതിയിൽ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ടാണ് പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ ആരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാറില്ല അല്ലെ? പോളിനെ സംബന്ധിച്ചിടത്തോളം പോളിന് വേറെ ആരുടെ അപ്രൂവലും കിട്ടേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിനെ പോലെ തന്നെയാണ് അല്ലെ? വേറെ ആരുടെ അപ്രൂവലിനെ പറ്റി താല്പര്യപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ പോൾ ആരെയോട്ടും പ്രശംസിപ്പിക്കാനും താല്പര്യപ്പെടുന്നു. ഇപ്പൊ ഇവിടെ ഗലാത്യരോട് പറയും. ഗലാത്യരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ കുറെ ആരൊക്കെയോ വന്ന് ചർച്ചിലേക്ക് വന്നിട്ട് എന്താ പറയാ പോള് പഠിപ്പിച്ചതല്ലാതെ അല്ലെ? പോളും ബാക്കിയുള്ളവരും പോളിന്റെ കൂട്ടാളികളായിരുന്ന ബർണ്ണബാസും ഒക്കെ പഠിപ്പിച്ച കൂടാതെ ഗോസ്പല് പിന്നെ അവരെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലെ? പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. സർക്കംസിഷനെ പറ്റി അല്ലെ? പരിച്ഛേദനത്തെ പറ്റി എല്ലാം അവരോട് പറഞ്ഞിരിക്കും. അവര് തിരിച്ച് ആ വർക്ക് ഓഫ് ദ ലോ അല്ലെ? ന്യായപ്രമാണത്തിന്റെ വർക്കിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ അതിനുള്ള അപ്പൊ ഇവരോട് പറയുവാണ്, ഞാനായിക്കോട്ടെ അല്ലെ? ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ കേട്ടിരിക്കുന്ന, നിങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കേട്ടിരിക്കുന്ന ഗോസ്പൽ അല്ല വേറെ ഏതൊരു ഗോസ്പൽ ഇപ്പൊ ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ സംസാരിക്കുക. ഇനിയിപ്പോ മാലാഖമാര് വന്ന് ഏഞ്ചൽസ് വന്ന് പറയുന്നതായിക്കോട്ടെ, എന്താന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കുന്ന അങ്ങനെ പറയുന്ന ആളുകൾ എന്താ അത് കേഴ്സ് ചെയ്യപ്പെട്ടവരാണ് അല്ലെ? അപ്പൊ അവിടെ പോള് പറയുന്നത് ഞാനിങ്ങനെ പറയും, ഞാൻ അവിടെ ആരെയും ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുമല്ല. എനിക്കിവിടെ ആരെയും പ്രസാദിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? പീറ്റർ പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞാൽ പീറ്റർ എങ്ങനെയായിരുന്നു? പീറ്റർ ഒന്ന് പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെ? ഇപ്പം പല രീതിയിലുള്ള ഡോക്ടറിനും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും അല്ലെ? പലരും ഉണ്ടാവും പറയാൻ അല്ലെ? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറയും. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇവൻ ഹോളി സ്പിരിറ്റ് കൊണ്ടല്ല കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഡീമൺസിലെ എന്താ പറയുക ബെൽസബൂബിനെ കൊണ്ടാണ് കാസ്റ്റ് ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീമൺസിനെ ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശുവിന്റെ തന്നെ ആൾക്കാർ അല്ലെ? നമുക്കറിയാം മാർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 21-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് അവന്റെ ചാർച്ചക്കാർ അത്
കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിക്കാൻ വന്നു. അപ്പൊ യേശുവിന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ വന്നിരിക്കുകയാണ് അല്ലെ. എന്താ പറയുക, യേശുവിന് ഭക്ഷണം പോലും, യേശുവിനും ശിഷ്യന്മാർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്ത അത്രയ്ക്കും തിരക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, സുഖപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി, അല്ലെ യേശു പഠിപ്പിക്കുന്ന കേൾക്കുന്നതിന് വേണ്ടി, ഡീമൺസിന്റെ ശരീരത്തിൽ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടി, അല്ലെ അങ്ങനെ ഓരോ കാര്യത്തിലും നിറച്ച ആൾക്കാർ എപ്പോഴും വന്നിരിക്കും. അപ്പൊ യേശുവിന് സമയമില്ല, ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്ത ഇങ്ങനെ അകപ്പാടെ എന്താ പറയാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് എന്താ പറയുക ഇവര് കുടുംബക്കാർ വന്ന് പറയുന്നത് അവന് ബുദ്ധിഭ്രമം അല്ലെ. അപ്പൊ അങ്ങനെ യേശു അപ്പൊ വിചാരിച്ചു എന്റെ കുടുംബക്കാര് എന്നെ പറ്റി ഇങ്ങനെയാണല്ലോ വിചാരിക്കുന്നത് അല്ലെ. ഇനി ഞാനെന്നാ ഇനിയിപ്പോ ഇവര് പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഒന്ന് കുറച്ച് വർക്കൊക്കെ എടുക്കുന്നുള്ളൂ, കുറച്ചൊക്കെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെയൊന്നുമല്ല അല്ലെ. അവര് എന്നാ പറഞ്ഞാല് ഓക്കെ, യേശുവിന് അതൊന്നും കാര്യമില്ല. പിതാവ് എന്താണ് പറയുന്നത് അതാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യം അല്ലെ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മളെന്നാണ് നമ്മളുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ. ഇപ്പൊ പോള് നേരത്തെ പറഞ്ഞപ്പോ ഗലാത്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലെ 15 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്ന പോലെ പോള് തനിക്ക് ദൈവത്തിന്റെ വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ആരെയും കൺസൾട്ട് ചെയ്യാതെ തനിക്ക് ചെയ്യാനുള്ള വർക്കിലേക്ക് പെട്ടെന്ന് തന്നെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യമാണ്. പാസ്റ്റർമാരോടൊക്കെ ചെന്ന് പുതുതായിട്ട് ദൈവത്തിന് വിളി കിട്ടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ചെന്ന് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പാസ്റ്റർമാർ അംഗീകരിക്കാതിരിക്കുന്ന കാര്യം അല്ലെ. അല്ലെങ്കിൽ തനിക്കൊരു കൃപാവരം ലഭിച്ചു എന്നതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പാസ്റ്റർമാര് അംഗീകരിക്കത്തില്ല അല്ലെ. അവർക്കൊരു പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ ായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്താ പറയാ തങ്ങളെക്കാളും മറ്റുള്ളവർ വലിയതായി പോകുന്ന താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെ കാണുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും മിക്കവാറും തന്നെ ആൾക്കാർ അംഗീകരിക്കത്തില്ല അല്ലെ. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു പ്രോഫറ്റിനെ തന്റെ സിറ്റിയിൽ മാത്രം അല്ലെ തന്റെ കൺട്രിയിൽ മാത്രമേ ഒരു അപ്രൂവൽ കിട്ടാതിരിക്കൂ, തന്റെ കുടുംബത്തിൽ മാത്രമേ അപ്രൂവൽ കിട്ടാതിരിക്കത്തുള്ളൂ അല്ലെ. ബാക്കി പുറത്ത് ഉള്ളൊരു എന്താ പറയുന്നത് അപ്രൂവൽ കൊടുക്കും അല്ലെ. അപ്പൊ അവർ അംഗീകരിക്കും എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവര് അംഗീകരിക്കത്തില്ല അല്ലെ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു പറയുമ്പോൾ മിക്കവാറും തന്നെ ആൾക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ല അല്ലെ. നമ്മൾക്കൊരു നല്ലൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ നടന്നു അല്ലെ, ദൈവം നമുക്കൊരു ബ്ലെസ്സിങ് തന്നു എന്ന് പറയുമ്പോൾ പലർക്കും അത് താല്പര്യമില്ലാത്ത കാര്യം, അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ അവരെ അങ്ങോട്ട് പ്രസാദിപ്പിക്കാൻ പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? നന്മ നമ്മുടെ ഉള്ളിൽ നന്മ കണ്ടെത്താൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഒരിക്കൽ പോലും നമ്മൾ എത്രമാത്രം അവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അവര് പ്രസാദിക്കപ്പെടത്തില്ല, അവർക്ക് ആ നന്മ കണ്ടെത്താൻ സാധിക്കത്തില്ല അല്ലെ. എന്താ പറയാ അസൂയം കുഞ്ഞായ്മയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് നന്മ വരുന്ന അവർക്ക് കാണാൻ സാധിക്കത്തില്ല, അവർക്കത് സഹിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ പോകുന്നത്? നമ്മള് യേശുവിനെ മാത്രം പ്രീതിപ്പെടുത്താൻ മതി അല്ലെ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ പോയിട്ടുണ്ടെങ്കിൽ യേശുവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ എല്ലാവരും മറ്റും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അല്ലെ, ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. പക്ഷെ എന്നാല് നമ്മുടെ നന്മയ്ക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വിജ്ഞാനം വേണം അല്ലെ. ആരെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ട്. അതെങ്ങനെ വരും? ബുദ്ധി ഹോളി സ്പിരിറ്റ് ഗോഡിൽ നിന്ന് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് നമ്മൾക്ക് സമ്പർക്കത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെ നമുക്കൊരു ബുദ്ധി തരുമല്ലോ. അപ്പൊ ആ ബുദ്ധി അനുസരിച്ച് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കൃപ അവൻ തന്നെ തരും അല്ലെ. അപ്പൊ നമ്മള് നമ്മുടെ നന്മയ്ക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നവരോട് മാത്രം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെ. അല്ലാതെ ഒരിക്കുന്നവരോട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഷെയർ ചെയ്യാനൊന്നും പോകാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളെ തന്നെ ഡിസ്കറേജ് ചെയ്യും അല്ലെ. ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടി അവരെ ഒന്ന് പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അല്ലെ. അങ്ങനെ പല രീതിയിൽ നമ്മളിപ്പോ അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് യേശുവിൽ നിന്നുള്ള ഫോക്കസ്, യേശുവിലുള്ള നമ്മുടെ ഫോക്കസ് മാറിപ്പോവുക തന്നെ ചെയ്യും. അപ്പൊ അതെവിടെ പോള് പറഞ്ഞിരിക്കുന്നത് എന്താ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാതെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാൻ ചെയ്യുക അല്ലെ. നമ്മള് ദൈവത്തിന്റെ സെർവൻസ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള ഒരു മനസ്സിലാക്കുക തന്നെ. അങ്ങേരെ പറ്റി മാത്രം ഞങ്ങൾ വിചാരിച്ചാൽ മതി കർത്താവെ. അങ്ങ് ഞങ്ങളെ നല്ലത് എന്ന് പറയുവാണെങ്കിൽ അതിനെ വിലയുള്ളൂ കർത്താവിലോട്ട്. അത് ഞങ്ങളെ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയില്ല. മറ്റുള്ളവർ ഞങ്ങളെ നല്ലതെന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാലും അതിനും വലിയ വിലയില്ല. പക്ഷെ അങ്ങ് ഞങ്ങളെ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെയധികം വിലയുണ്ട് കർത്താവേ. അങ്ങയുടെ അപ്രൂവലിനായിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവിലോട്ട് ഫാദർ ഗോഡ്. എല്ലാ പേരും ഒന്നിനും പോകാതിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നന്ദി പിതാവ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെല്ലായിടത്തും പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സഡ് എന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.